അപ്പോൾ ഞാനിന്നൊരു യാത്രയിലാണുള്ളത്. അവധി ദിവസമായിട്ടും മഴയുള്ള ദിവസമായിട്ടും വീട്ടിലിരിക്കാണ്ട് ഞാൻ നേരെ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് നേരെ ബൈക്ക് എടുത്ത ഒരു യാത്രയാണ്. നമ്മൾ പോകുന്നത് മൂന്നാറിലേക്കുള്ളൊരു യാത്രയാണെങ്കിലും പോകുന്നത് ഫോറസ്റ്റ് വഴിയാണ്. അപ്പോൾ ഈ പോകുന്ന വഴി നമ്മൾ മൂന്നാറിലല്ല പോകുന്നത്. മൂന്നാറിൽ മീതെ കാന്തലൂർ അടിപൊളി വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതാണ് ആ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ മഴ സമയത്ത് ചെന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുള്ളൂ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് എരൽചിപ്പോറ വാട്ടർഫാൾസ്. ഇതിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ മൂന്നാറിൽ നിന്ന് കാന്തല്ലൂർ വരിക. കാന്തല്ലൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട്. ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മഴക്കാലത്ത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. മാത്രമല്ല ഇതൊരു ഈ വെള്ളച്ചാട്ടം നമുക്ക് എന്താണ് ഷവർ പോലെ നമുക്കൊരു ഷവർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ താഴെ നിന്ന് കഴിഞ്ഞാലും നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുള്ളൂ. കറക്റ്റ് ഒരു വാട്ടർ ഷവറിൽ നിന്നുള്ള ഒരു വെള്ളം വീഴുന്ന പോലെയാണ് ഈ വെള്ളച്ചാട്ടത്തിലെ ഫോൾസ് നമുക്ക് കാണാൻ സാധിക്കുക. അടിപൊളിയാണ്. പിന്നെ ഇവിടെ കുളിക്കാനൊക്കെ അടിപൊളിയാണ്. ഭയങ്കര സേഫാണ്. പക്ഷെ എന്നിരുന്നാലും പാറയിലൊക്കെ വഴുക്കലുണ്ടാകും. അപ്പോൾ അവിടെയൊക്കെ വീണ് അലമ്പാകം ഇങ്ങോട്ട് നോക്കുക. പിന്നെ വരുന്നവരാരായാലും ഇവിടെ പ്ലാസ്റ്റിക് അതുപോലത്തെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കുക. വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കാന്തല്ലൂർ തന്നെയുള്ള മറ്റൊരു വാട്ടർഫോൾസൊക്കെ. ഇത് കാന്തല്ലൂർ ടോപ്പിലാണ്. ഭ്രമരം വ്യൂ പോയിൻറ്റിനേക്കാളും എത്തുന്നതിന് റൈറ്റ് സൈഡിലേക്ക് തിരിയുമ്പോഴാണ് കാന്തല്ലൂർ ഫാൾസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാട്ടർഫോൾസ്. ഈ ഒരു വാട്ടർഫോൾസും അടിപൊളിയാണ്. മഴ സമയത്ത് സൂപ്പറാണ്. പക്ഷെ നമ്മൾ നടക്കുമ്പോഴേക്കും തെന്നി വീഴാതെ സൂക്ഷിക്കുക. പിന്നെ കുളിക്കുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുകളിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം ഭയങ്കരമായിട്ട് അപകടകരമാകും. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി നമ്മൾ കണക്കിലെടുക്കണം.